നമസ്കാരം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ നമ. ശ്രീമന്നാരായണീയ പഠനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ അധ്യായം നമ്മൾ 7-ാം ദശകം ആരംഭിക്കുകയാണ്. 7-ാം ദശകം ബ്രഹ്മാവിന്റെ തപസ്സും വൈകുണ്ഠ ദർശനവുമാണ്. ഇന്നത്തെ അധ്യായം പാരായണം ആരംഭിക്കുന്നതിന്, അർത്ഥം അവതരിപ്പിക്കുന്നതിനും ബഹുമാനപ്പെട്ട അയ്യർ സാറിനെ ആദരത്തോടെ ക്ഷണിക്കുകയാണ്. എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മള് ബ്രഹ്മാവിന്റെ ഉൽപ്പത്തിയെ പറ്റിയാണ് പറയാൻ പോകുന്നത്. ഓം നമോ ഭഗവതേ വാസുദേവായ ധന്വന്തരയേ അമൃത കലശഹസ്തായ സർവാമയ വിനാശനായ ത്രൈലോക്യനാഥായ ശ്രീ മഹാവിഷ്ണവേ നമഃ. അസ്മിൻ പരാത്മൻ അനുപാത്മകൽപേ ത്വമിത്തമുത്ഥാപിത പത്മയോനിഃ അനന്തഭൂമാം അമരോഗരാശിം നിരുന്തി വാതാലയവാസ വിഷ്ണു. ഇന്നലെ നമ്മൾ വായിച്ച 6-ാമത്തെ അധ്യായം മുഴുവൻ വായിക്കാം. അതിനുശേഷം 7-ാമത്തെ അധ്യായത്തിലേക്ക് പോകാം. 6-ാമത്തെ അധ്യായം വിരാട സ്വരൂപ വർണ്ണനയുടെ ബാക്കിയുള്ളതാണ്, ജഗദാത്മ വർണ്ണനമാണ്. ഏവം ചതുർദശ ജഗന്മയതാം ഗതസ്യ പാതാളമീശ തവ പാദതലം വദന്തി പാദോർധ്വദേശമപി ദേവരസാതലം തേ കുൽഫദ്വയം ഖലു മഹാതലം അദ്ഭുതാത്മൻ ജംഗീ തലാതലമധോ സുതലം ച ജാനു കിഞ്ചോരുഭാഗയുഗളം വിതലാതലേഥേ ക്ഷോണീതലം ജഗനം അംബരമംഗനാഭിർ പക്ഷച്ച ചക്രനിലയ സ്തവചക്രപാണി ഗ്രീവാമഹസ്തവ മുഖം ച ജനസ്തവസ്തു ഫാലം ശിരസ്തവ സമസ്തമയസ്യ സത്യം ഏവം ജഗന്മയതനു ജഗദാശ്രിതൈര തൈരഭീം അന്യേ നിബന്ധവപുഷ ഭഗവൻ നമസ്തേ. ബ്രഹ്മരേന്ദ്രപദമീശ്വര വിശ്വകന്ത ഛന്ദാംസി കേശവ ഗണാസവ കേശപാശ ഉല്ലാസി ചില്ലിയുഗളം ദ്രുഗുണസ്യ ഗേഹം പഷ്മാണി രാത്രി ദിവസോ ചവിതാച നേത്രേ. ഓം നമോ ഭഗവതേ വാസുദേവായ. നിശേഷ വിശ്വരചന ച കടാക്ഷമോക്ഷഃ കർണോ ദിശോസി യുഗലം തവനാസികേ ദ്വേ ലോഭത്രവേ ഭഗവൻ അധരോത്തരോഷ്ടൗ താരാഗണാ ച ദശന സമനം ച ദംഷ്ട്രാം. നിശേഷ വിശ്വരചന കടാക്ഷമോക്ഷഃ കർണോ ദിശാസി യുഗലം തവനാസികേ ദ്വേ ലോഭത്രവേ ച ഭഗവൻ അധോത്തരോഷ്ടൗ താരാഗണാ ച ദശന സമനം ച ദംഷ്ട്രാ. മായാവിലാസഹസിതം സ്വസിതം സമീരോ ജിഹ്വാജലം വചനമീശ ശകുന്തപംക്തിഃ സിദ്ധാദയ സുരഗണ മുഖരേന്ദ്രമഗ്നിർ ദേവാഭുജ സ്തനയുഗം തവ ധർമ്മദേവ പൃഷ്ടം തു ധർമ്മൈഹ ദേവ മനഃസുധാംശു അവ്യക്തമേവ ഹൃദയംബുജമംബുജാക്ഷ കുക്ഷിഃ സമുദ്രനിർവിനമഃ വസനം തു സന്ധ്യേ ശേഫ പ്രജാപതിരസോ വൃഷണൗ ച മിത്രഃ ശ്രോണീസ്ഥലം മൃഗഗണാഃ പദയോർനഗാസ്തേ അസ്തുഷ്ടസൈന്ധവമുഖ ഗമനം തു കാലഃ വിപ്രാതിവർണഭവനം വദനാബ്ജബാഹു ചാരൂരു യുഗ്മചരണം കരുണാംബുദേതേ സംസാരചക്രമയി ചക്രധരക്രിയാസ്തേ വീര്യം മഹാസുരഗണോസ്തി കുലാനി ശൈലാഃ നാട്യസരിത്സമുദയ സർവച്ഛരോമ ജിയാദിദം വപുര നിർവചനീയമീശ ജഗന്മയ വപുസ്തവ കർമ്മഭാജാം കർമാവസാന സമയേ സ്മരണീയമാഹുഃ തസ്യാന്തരാത്മോ വപുഷേ വിമലാത്മനേതേ വാതാലയാധിപ നമോസ്തു നിരുന്ധിരോഗാൻ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. പാതാലയേശനായ ഭഗവാനെ എന്നെ രക്ഷിക്കണമേ. ഓരോ സൗകര്യത്തിലും നമ്മുടെ ഭട്ടതിരിപ്പാട് ഇത് പറയാറുണ്ട്. ഏവം 7-ാമത്തെ ദശകമാണ് നമ്മളിപ്പോൾ വായിക്കുന്നത്. അസ്മിൻ പരാത്മൻ അനുപാത്മകൽപേ ത്വമിത്തമിത്ഥാപിത പത്മയോനിഃ അനന്തഭൂമാം അമരോഗരാശിം നിരുന്തി പാതാലയവാസ വിഷ്ണു. പത്മയോനി അതായത് ബ്രഹ്മാവിന്റെ ഉൽപ്പത്തിയെ പറ്റിയാണ്. ബ്രഹ്മാവ് എങ്ങനെ വന്നു, ഹിരണ്യഗർഭൻ എങ്ങനെ വന്നു എന്നുള്ളതിനെ പറ്റിയാണ് ഈ അധ്യായം വായിക്കുന്നത്. അതുകൊണ്ടാണ് അസ്മിൻ പരാത്മൻ ഒന്നുകൂടെ പറഞ്ഞത്. 7-ാമത്തെ അധ്യായത്തിലെ 7-ാമത്തെ ദശകത്തിലെ 1-ാമത്തെ ശ്ലോകം. ഏവം ദേവ ചതുർദശാത്മക ജഗദ്രൂപേണ ജാത പുനഃ തസ്യോർത്ഥ്യം ഖലു സത്യലോകനിലയേ ജാതോസി ദാതാ സ്വയം യം ശംസന്തി ഹിരണ്യഗർഭമകല ത്രൈലോക്യ ജീവാത്മകം
यो भूस्फीतरजो विकार विकसन नाना सृक्षा नानासिसृक्षारसः एवं देव चतुर्दशात्मक जगद्रूपेण जातः पुनः तस्योर्थं खलु सत्यलोकनिलये जातोऽसि दादा स्वयं यं संसन्ति हिरण्यगर्भमखिल त्रैलोक्यजीवात्मकं यो भूस्फीतरजो विकार विकसन् नानासि सृक्षारसः പിരിച്ചു പറയുമ്പോൾ ഏവം ദേവ ചതുർദശ ആത്മക ജഗത് രൂപേണ ജാതഃ പുനഃ ഏവം ദേവ ചതുർദശ ആത്മക ജഗത് രൂപേണ ജാതഃ പുനഃ തസ്യോർധ്വം ഖലു സത്യലോകനിലയെ തസ്യ ഊർധ്വം ഖലു സത്യലോകനിലയെ ജാതഃ അസി ദാതാ സ്വയം യം സംസന്തി हिरण्यगर्भम अखिल त्रैलोक्य जीव आत्मकम यो भूत स्फीतरजो विकार विकसन नाना सि सृक्षा रसः एवं देव चतुर्दश आत्मक जगत रूपेण पुनः तस्य ऊर्ध्वं खलु सत्यलोकनिलये जातोऽसि दादा स्वयं यं संसन्ति हिरण्यगर्भम अखिल त्रैलोक्य जीवात्मकं यो भूत् स्फीतरजो विकार विकसन नानासि शिक्षारसः एवं देव चतुर्दशात्मक जगद्रूपेण जातः पुनः तस्योर्ध्वं खलु सत्यलोकनिलये जातोऽसि दादा स्वयं यं संसन्ति हिरण्यगर्भम अखिल त्रैलोक्य जीवात्मकं यो भूत् स्फीतरजो विकार विकसन नानासि शिक्षारसः ഇതിന്റെ അർത്ഥം എന്താണ് ഉദ്ദേശിക്കുന്നത്? സംസ്കൃതം വായിച്ചു പോയി. എന്താണ് ഇതിൽ പറയുന്ന അർത്ഥം? പ്രകാശ സ്വരൂപനായ ഭഗവാനെ, മഹാവിഷ്ണുവേ, ദൈവമേ, ഗുരുവായൂരപ്പ, ഇപ്രകാരം 14 ലോകമാകുന്ന സ്വരൂപത്തോടു കൂടി ആവിർഭവിച്ച നിന്തിരുവടി, നീ തന്നെ ആവിർഭവിച്ചു കഴിഞ്ഞു. 14 ലോകവും നീ തന്നെയാണ്. ഇപ്രകാരം 14 ലോകമാകുന്ന സ്വരൂപത്തോടു കൂടി ആവിർഭവിച്ച നിന്തിരുവടിയും താൻ തന്നെ പിന്നെ അതിന്റെ മേൽഭാഗത്തുള്ള സത്യലോകം എന്ന് പറയപ്പെടുന്ന സ്ഥാനത്തില് ബ്രഹ്മാവ് എന്ന പേരോടുകൂടി അവതരിപ്പിച്ചു. ബ്രഹ്മാവും വിഷ്ണു തന്നെയാണ് എന്നുള്ളതാണ് അത് പറയുന്നത്. ഇപ്രകാരം 14 ലോകമാകുന്ന സ്വരൂപത്തോട് ആവിർഭവിച്ച നിന്തിരുവടിയും താൻ തന്നെ അതിന്റെ മേൽഭാഗത്തുള്ള സത്യലോകം എന്ന് പറയപ്പെടുന്ന സ്ഥാനത്തില് ബ്രഹ്മാവ് എന്ന പേരോടുകൂടി അവതരിച്ചു. 3 ലോകങ്ങൾക്കും ജീവാത്മാവായ യാതൊരു ഭഗവാനെ ഹിരണ്യഗർഭൻ എന്ന് പറയുന്നു. 3 ലോകങ്ങൾക്കും ജീവാത്മാവായ ആ ഭഗവാനെ ഹിരണ്യഗർഭൻ എന്ന് പറയുന്നു. ആ ഹിരണ്യഗർഭന് വർദ്ധിച്ചിരിക്കുന്ന രജോഗുണ വികാര നിമിത്തം തെളിഞ്ഞു പ്രകാശിക്കുന്ന അനേകം വിധത്തിലുള്ള സൃഷ്ടിയെ ചെയ്യാനുള്ള ആഗ്രഹത്തോടു കൂടിയവനായി ഭവിച്ചു. പ്രകാശ സ്വരൂപിൻ ഇപ്രകാരം 14 ലോകമാകുന്ന സ്വരൂപത്തോടു കൂടി ആവിർഭവിച്ച നിൻ തിരുവടിയും താൻ തന്നെ പിന്നെ അതിന്റെ മേൽഭാഗത്തുള്ള സത്യലോകമെന്ന് പറയപ്പെടുന്ന സ്ഥാനത്തില് ബ്രഹ്മാവ് എന്ന പേരോടുകൂടി അവതരിച്ചു. 3 ലോകങ്ങൾക്കും ജീവാത്മാവായ യാതൊരു ഭഗവാനെ ഹിരണ്യഗർഭൻ എന്ന് പറയുന്നു. ആ ഹിരണ്യഗർഭന് വർദ്ധിച്ചിരിക്കുന്ന രാജോഗുണ വികാര നിമിത്തം തെളിഞ്ഞു പ്രകാശിക്കുന്ന അനേകം വിധത്തിലുള്ള സൃഷ്ടിയെ ചെയ്യാനുള്ള ആഗ്രഹത്തോടു കൂടിയവനായി ഭവിച്ചു. ഏവം ദേവ ചതുർദശാത്മക ജഗദ്രൂപേണ ജാതഃ പുനഃ തസ്യോർത്ഥം ഖലു സത്യലോകനിലയെ ജാതോऽസി ദാതാ സ്വയം യം സംസന്തി ഹിരണ്യഗർഭം അഖില ത്രൈലോക്യ ജീവാത്മകം യോ ഭൂസ്ഫീതരജോ വികാര വികസൻ നാനാസി സൃക്ഷാരസഃ. രണ്ടാമത്തെ ശ്ലോകം. സ്വയം വിശ്വവിസർഗദത്ത ഹൃദയഃ സംപശ്യമാന സ്വയം ബോധം ഖൽവനവാപ്യ വിശ്വവിഷയം ചിന്താകുല സ്വസ്തിവാൻ താവത്വം ജഗദാം പദേ തപ തവേത്യേവം ഹി വൈഹാസീം വാണിമേനം അശ്രിശ്രവ ശ്രുതിസുഖാം കർവം തവ പ്രേരണാം. സായം വിശ്വവിസർഗദത്ത ഹൃദയ സംപശ്യമാന സ്വയം ബോധം ഖലു അനവാപ്യം വിശ്വവിഷയം ചിന്താകുല തസ്തിവാൻ താവത്വം ജഗദാം പദേ തപ തപേത്യേവം ഹി വൈഹാസീം വാണിമേനം അശിശ്രവ ശ്രുതിസുഖം കുർവൻ തപഃ പ്രേരണാം. സ്വയം വിശ്വവിസർഗദത്ത ഹൃദയഃ
സമ്പശ്യമാന സ്വയം ബോധം ഖലു അനവാപ്യ വിശ്വവിഷയം ചിന്താകുല സ്വസ്തിവാൻ പാതാവത്വം ജഗതാം പതേ തപേത്യേവം ഹി വൈഹാസീം വാണീമേനമശ്രവ ശ്രുതിസുഖാം കർമ്മം സവപ്രേരണാം. അപ്രകാരമുള്ള ഈ ബ്രഹ്മാവ് പ്രപഞ്ച സൃഷ്ടിയില് മനസ്സുറപ്പിച്ചവനായി തന്നെത്താൻ വളരെയെല്ലാം ആലോചിച്ച് നോക്കിയിട്ടും ലോകത്തെ സംബന്ധിച്ച് യാതൊരു വിവരവും ലഭിക്കാതെ ചിന്താവിവശനായി സ്ഥിതി ചെയ്തു. ബ്രഹ്മാവ് ലോകത്തിന് നിർമ്മിക്കാനായിട്ട് ബ്രഹ്മാവിനെ കൽപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ആ ബ്രഹ്മാവിന് എന്ത് ചെയ്യണം എന്നറിയാതെ വിളിച്ചു നിന്നാ പറയുന്നത്. അപ്രകാരമുള്ള ഈ ബ്രഹ്മാവ് പ്രപഞ്ച സൃഷ്ടിയിൽ മനസ്സുറപ്പിച്ചവർ സൃഷ്ടിക്കണമെന്ന് മനസ്സുണ്ടെങ്കിലും തന്നെത്താൻ വളരെയെല്ലാം ആലോചിച്ച് നോക്കിയിട്ടും ലോകത്തെ സംബന്ധിച്ച് യാതൊരു വിവരവും ലഭിക്കാതെ ചിന്താവിവശനായി സ്ഥിതി ചെയ്തു. ഹേ ലോകനാഥ, അപ്പോൾ നിന്റെ തന്നെ തപസ്സിനെ പ്രേരിപ്പിച്ചുകൊണ്ട് തപസ് ചെയ്താലും എന്നിങ്ങനെ ചെവികൾക്ക് സൗഖ്യമരുളുമാറുള്ള ആകാശവാണിയെ അദ്ദേഹത്തെ കേൾപ്പിച്ചു. ബ്രഹ്മാവ് അങ്ങനെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ വിഷമിച്ചിരിക്കുമ്പോൾ നീ തപസ് ചെയ്യുക എന്ന് പറഞ്ഞ അശരീരി കേൾക്കുന്നത് പോലെ ബ്രഹ്മാവിന്റെ ചെവിയിൽ മന്ത്രിച്ചു എന്നാണ് പറയപ്പെടുന്നത്. അപ്രകാരമുള്ള ഈ ബ്രഹ്മാവ് പ്രപഞ്ച സൃഷ്ടിയിൽ മനസ്സുറപ്പിച്ചവനായി തന്നെത്താൻ വളരെയെല്ലാം ആലോചിച്ചു നോക്കിയിട്ടും ലോകത്തെ സംബന്ധിച്ച് യാതൊരു വിവരവും ലഭിക്കാതെ ചിന്താവിവശനായി സ്ഥിതി ചെയ്തു. ലോകനാഥ, ജഗദീശ്വര, ഗുരുവായൂരപ്പ, അപ്പോൾ നിന്തിരുവടി തന്നെ തപസ്സിനെ പ്രേരിപ്പിച്ചുകൊണ്ട് തപസ് ചെയ്താലും എന്ന് എങ്ങനെ ചെവികൾക്ക്, ബ്രഹ്മാവിന്റെ ചെവികൾക്ക് സൗഖ്യമരുളുമാറ് ആകാശവാണിയെ കേൾപ്പിച്ചു, ചെവികളിൽ കൂടി കേൾപ്പിച്ചു. സ്വയം വിശ്വവിസർഗത്തെ ഹൃദയ സമ്പശ്യമാന സ്വയം ബോധൽവനവാപ്യ വിശ്വവിഷയം ചിന്താകുല സ്വസ്തിവാൻ താവത്വം ജഗതാംവതേ തപേത്യേവം ഹി വൈഹാസീം പാണിമേനമ ശിശ്രവ ശ്രുതിസുഖാം കർമ്മം സ്തവ പ്രേരണ. അടുത്തത് മൂന്നാമത്. നാരായണ കോസൗ മാമവദത് ഉമാനിധി ജലാപൂർണേ ജഗന്മണ്ഡലേ തീക്ഷ്മ ദീക്ഷ കിമപി നിശ്ചിതവതാം ദിശ്യ കിമപ്യ നിശ്ചിതവതാ വാക്യാർമുപശ്യത കോസൗ മാമവദത് ഉമാനിധി ജലാപൂർണേ ജഗന്മണ്ഡലേ ദിക്ഷു ഉദീക്ഷ്യ അപ്പൊ പറയുമ്പോൾ ദിക്ഷു ദിശ്യ എന്ന് വരുന്നുണ്ട്. ദിക്ഷു ഉദീഷ്യ എന്നാണ് പറയുന്നത്. ദിക്ഷു ഉദീഷ്യ കിം അഭി അനിശ്ചിതവത വാക്യാർത്ഥം പശ്യത ദിവ്യം വർഷസഹസ്രം ആത്ത തപസാ തേന ത്വം ആരാധിതഃ ദിവ്യം വർഷസഹസ്രം ആത്ത തപസാ തേന ത്വം ആരാധിതഃ തസ്മൈ ദർശിതവാൻ അസിസ്വനിലയം വൈകുണ്ഠം ഏക അദ്ഭുതം കോ അസോ മമവാത് പുമാൻ ഇതി ജല അർപ്പണേ ജഗന്മണ്ഡലേ ദിഷു ഉദീശ്വ കിമപി അനീക്ഷിതവത വാക്യാർത്ഥം ഉത്പശ്യത ദിവ്യം വർഷസഹസ്രം അത്ത തപസാ തേന ത്വം ആരാധിതഃ തസ്മൈ ദർശിതവാൻ അസിസ്വനിലയം വൈകുണ്ഠം ഏകാത്ഭുതം. ഇതിന്റെ അർത്ഥം എന്താണെന്ന് പറഞ്ഞാൽ കോ അസൗ മാം അവദത് പുമാൻ, തിരിച്ചു പറയുമ്പോൾ കോ അസൗ മാം അവദത് പുമാൻ ഇതി ജലേ അർപ്പണ ജഗത് മണ്ഡലേ ദിക്ഷു ഉദീക്ഷ്യ കിം അഭി അനിശ്ചിതവത വാക്യ അർത്ഥം ഉൽപശ്യത ദിവ്യം വർഷസഹസ്രം ആത്ത തപസ തേന ത്വം ആരാധിത തസ്മൈ ദർശിതവാനസി സ്വനിലയം വൈകുണ്ഠം ഏക അദ്ഭുതം. വൈകുണ്ഠ ഏക അദ്ഭുതം. കോ അസൗ മാം അവദത് പുമാൻ ഇതി ജല അപൂർണേ ജഗത് മണ്ഡലേ ദിക്ഷു ഉദീക്ഷ്യ കിമപി അനീക്ഷിതവത വാക്യ അർത്ഥം ഉൽപശ്യത ദിവ്യം വർഷസഹസ്രം ആത്ത തപസാ തേന ത്വം ആരാധിതഃ തസ്മൈ ദർശിതവാൻ അസി സ്വനിലയം വൈകുണ്ഠം ഏക അദ്ഭുതം. കോസൗ മാമവദത് പുമാനിധി ജലാപൂർണേ ജഗന്മണ്ഡലേ ദിക്ഷുദ്ദിശ്യ കിമപി നിശ്ചിതവത വാക്യാർത്ഥമുത്പശ്യത ദിവ്യം വർഷസഹസ്രം ആത്ത തപസാ തേന ത്വമാരാധിത തസ്മൈ ദർശിതവാൻ അസി സ്വനിലയം വൈകുണ്ഠമേകാദ്ഭുതം.
ലോകങ്ങളെല്ലാം വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുകയും ആരാണ് എന്നോട് ഇങ്ങനെ പറഞ്ഞത് എന്നിങ്ങനെ ചുറ്റുപാട് നോക്കി. അതായത് ബ്രഹ്മാവിന്റെ ചെവിയില് മറ്റേ മഹാവിഷ്ണു പറയാണ് തപസ്സിരിക്കും. പക്ഷെ ബ്രഹ്മാവിന്റെ പൊക്കിൾക്കൊടി കൂടെയല്ലേ മുകളിൽ ബ്രഹ്മാവ് വന്നിരിക്കുന്നത് മഹാവിഷ്ണുവിന്റെ. അപ്പൊ മഹാവിഷ്ണു ആരാണ് ഇത് പറഞ്ഞതെന്ന് അന്വേഷിച്ച് കാണാൻ പറ്റില്ല. അല്ല, അങ്ങേരി തന്നെയല്ലേ ഇരിക്കുന്നത്. അപ്പോ മഹാവിഷ്ണുവിന്റെ പൊക്കിൾക്കൊടി കൂടെയല്ലേ വന്നിരിക്കുന്നത്. അപ്പൊ അങ്ങേർക്ക് മഹാവിഷ്ണുവിനെ കാണാൻ പറ്റുന്നില്ല. അപ്പൊ മഹാവിഷ്ണു ഇങ്ങനെ ചെവിയിൽ ഉപദേശിച്ചിട്ടുണ്ട്, തപസ് ചെയ്ത്. ലോകങ്ങളെല്ലാം വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുകയും ആരാണ് എന്നോട് ഇങ്ങനെ പറഞ്ഞത് എന്നിങ്ങനെ ചുറ്റുപാട് നോക്കി യാതൊന്നും കാണാതെ അശരീരി വാക്കിന്റെ അർത്ഥത്തെ നല്ലപോലെ ആലോചിച്ചറിഞ്ഞ് 1000 ദിവ്യവർഷങ്ങൾ തപസ് ചെയ്തു. അദ്ദേഹത്താൽ ആരാധിക്കപ്പെട്ട നിന്തിരുവടി അത്ഭുതങ്ങളിൽ വെച്ച് മുഖ്യമായതും തന്റെ ഇരിപ്പിടവുമായ വൈകുണ്ഠത്തെ ആ ബ്രഹ്മദേവന് കാണിച്ചു കൊടുത്തു. ലോകങ്ങളെല്ലാം വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കെ ആരാണ് എന്നോടിങ്ങനെ പറഞ്ഞത് എന്നിങ്ങനെ ചുറ്റുപാട് നോക്കി യാതൊന്നും കാണാതെ അശരീരി വാക്കിന്റെ അർത്ഥത്തെ നല്ലപോലെ ആലോചിച്ച് അറിഞ്ഞ് 1000 ദിവ്യവർഷങ്ങൾ തപസ് ചെയ്തു. അദ്ദേഹത്താൽ ആരാധിക്കപ്പെട്ട നിന്തിരുവടി അത്ഭുതങ്ങളിൽ വെച്ച് മുഖ്യമായതും തന്റെ ഇരിപ്പിടമായ വൈകുണ്ഠത്തെ ആ ബ്രഹ്മദേവന് കാണിച്ചു കൊടുത്തു. അപ്പൊ ഇതാണ് 3ാമത്തെ ശ്ലോകം. ക്രോസോ മാമവദത് പുമാനിധി ജലാപൂർണേ ജഗന്മണ്ഡലേ ദിക്ഷുദ്ദിശ്യ കിമപി നിശ്ചിതവത വാക്യാർത്ഥമത്പശ്യത ദിവ്യം വർഷസഹസ്രം ആത്തതപസാ തേന ത്വമാരാധിത തസ്മൈ ദർശിതവാനസി സ്വനിലയം വൈകുണ്ഠമേകാത്ഭുതം. അടുത്ത 4ാമത്തെ ശ്ലോകം. മായ യത്ര കദാപി നോ വികുരുതേ ബാധേ ജഗദ്ഭ്യോ ബഹി. മായാ യത്ര കദാപി നോ വികുരുതേ ബാധേ ജഗദ്ഭ്യോ ബഹി. ശോകക്രോധ വിമോഹ സാധു സമഗ ഭാവാസു ദൂരം ഗതാഃ. സാന്ദ്രാനന്ദശരീര യത്ര പരമജ്യോതി പ്രകാശാത്മകേ തത്തേ ധാമ വിഭാവിതം വിജയതേ വൈകുണ്ഠരൂപം വിഭൂ. മായാ യത്ര കദാപി നോ വികരുതേ ബാധേ ജഗദ്ഭ്യോ ബഹിഃ. ശോകക്രോധ വിമോഹ സാധു സമഗ ഭാവാസ്തു ദൂരം ഗതാഃ. സാന്ദ്രാനന്ദരുദ്ധരി യത്ര പരമജ്യോതി പ്രകാശാത്മകേ തത്തേ ധാമ വിഭാവിതം വിജയത്തെ വൈകുണ്ഠരൂപം വിഭോ. മായാ യത്ര കദാപി നോ വികുരുതേ ബാധേ ജഗദ്ഭ്യ ബഹിഃ. മായാ യത്ര കദാപി നോ വികുരുതേ ബാധേ ജഗദ്ഭ്യോ ബഹിഃ. ശോക ക്രോധ വിമോഹ സാധ്വസ മുഖാഃ ഭാവാഃ തു ദൂരം ഗതാഃ. സാന്ദ്ര ആനന്ദ ചരീ യത്ര പരമ ജ്യോതിഃ പ്രകാശ ആത്മകേ തത്തേ ധാമ വിഭാവിതം വിജയതേ വൈകുണ്ഠരൂപം വിഭൂ. മായാ യത്ര കദാ അപി നോ വികുരുതേ ബാധേ ജഗദ്ഭ്യ ബഹിഃ. ശോക ക്രോധ വിമോഹ സാധ്വസ മുഖാഃ ഭാവാഃ തു ദൂരം ഗതാഃ. സാന്ദ്ര ആനന്ദ ചരീച യത്ര പരമ ജ്യോതിഃ പ്രകാശ ആത്മക തത്തേ ധാമ വിഭാവിതം വിജയതേ വൈകുണ്ഠരൂപം വിഭോ. മായാ യത്ര കദാപി നോ വികുരുതേ ബാധേ ജഗദ്ഭ്യോ ബഹിഃ. ശോകക്രോധ വിമോഹ സാധു സുമുഖാ ഭാവാസ്തു ദൂരം ഗതാഃ. സാന്ദ്രാനന്ദശരീര യത്ര പരമ ജ്യോതി പ്രകാശാത്മകേ തത്തേ ധാമ വിഭാവിതം വിജയതേ വൈകുണ്ഠരൂപം വിഭോ. ഇതിന്റെ അർത്ഥം എന്താണ്? ഹേ വിശ്വരൂപ, വിശ്വവ്യാപിയായ ഭഗവാനെ, ലോകങ്ങൾക്കെല്ലാം വെളിയിൽ പ്രകാശിക്കുന്നതും ബ്രഹ്മ തേജസ്സോട് കൂടിയതുമായ യാതൊരു ദിക്കിൽ മായ ഒരിക്കലും വികാരത്തെ പ്രാപിക്കുന്നില്ലയോ? ഹേ വിശ്വവ്യാപി, ലോകങ്ങൾക്കെല്ലാം വെളിയിൽ പ്രകാശിക്കുന്നതും ബ്രഹ്മ തേജസ്സോട് കൂടിയതുമായ യാതൊരു ദിക്കിൽ മായ ഒരിക്കലും വികാരത്തെ പ്രാപിക്കുന്നില്ലയോ? ദുഃഖം, കോപം, അജ്ഞാനം, ഭയം തുടങ്ങിയ ഭാവങ്ങളും എവിടെ ഇല്ലയോ? എവിടെ പരിപൂർണവും നിത്യവുമായ ആനന്ദം പ്രവഹിച്ചു കൊണ്ടിരിക്കുന്നുവോ? ബ്രഹ്മാവിന് അതിന് നേരിൽ കാണിച്ചു കൊടുക്കപ്പെട്ട വൈകുണ്ഠം എന്ന പേരോടുകൂടിയ നിന്തിരുവടിയുടെ ആ സ്ഥലം സർവോത്കർഷണമായിരുന്നു. വൈകുണ്ഠത്തെ കാണിച്ചു കൊടുക്കുകയാണ് ബ്രഹ്മാവിന്. വൈകുണ്ഠം എങ്ങനെയുള്ള ലോകമായിരുന്നു? ലോകങ്ങൾക്കെല്ലാം വെളിയിൽ പ്രകാശിക്കുന്നതാണ്, ബ്രഹ്മ തേജസ്സോട് കൂടിയതാണ്. യാതൊരു ദിക്കിൽ മായ ഒരിക്കലും വികാരത്തെ പ്രവർത്തിക്കുന്നില്ല. ദുഃഖം, കോപം, അജ്ഞാനം, ഭയം തുടങ്ങിയ ഭാവങ്ങളും എവിടെയില്ലയോ? അവിടെ പരിപൂർണവും നിത്യവുമായ ആനന്ദം പ്രവഹിച്ചു കൊണ്ടിരിക്കുന്നുവോ? ബ്രഹ്മാവിന് നേരിൽ കാണിച്ചു കൊടുക്കപ്പെട്ട വൈകുണ്ഠം എന്ന പേരോട് കൂടിയ നിൻതിരുവടി ആ ആസ്ഥാനം നിൻതിരുവടിയുള്ള ആ ആസ്ഥാനം സർവോത്കർഷണമായി വർത്തിക്കുന്നു.
വിശ്വവാവിൽ ലോകങ്ങൾക്കെല്ലാം വെളിയിൽ പ്രകാശിക്കുന്നതും ബ്രഹ്മതേജസ്സോട് കൂടിയതുമായ യാതൊരു ദിക്കിൽ മായ ഒരിക്കലും വികാരത്തെ പ്രാപിക്കുന്നില്ലയോ? ദുഃഖം, കോപം, അജ്ഞാനം, ഭയം തുടങ്ങിയ ഭാവങ്ങളും എവിടെ ഇല്ലയോ? എവിടെ പരിപൂർണവും നിത്യവുമായ ആനന്ദം പ്രവഹിച്ചുകൊണ്ടിരിക്കുന്നുവോ? ബ്രഹ്മാവിന് നേരിൽ കാണിച്ചു കൊടുക്കപ്പെട്ട വൈകുണ്ഠം എന്ന പേരോടുകൂടിയ നിൻ തിരുവടിയെ ആ സ്ഥാനം സർവോത്കർഷേണ പ്രവർത്തിക്കുന്നു. മായായത്ര കഥാഭിനോ വികുരുതേ ബാധേ ജഗദ്ഭ്യോ ബഹിഃ ശോകക്രോധ വിമോഹ സാധുസമുഖ പാവാസുദൂരംഗരാ താന്ത്രാനന്ദശ്വരി തയത്ര പരമ ജ്യോതിപ്രകാശാത്മകേ തത്തേ നാമ വിഭാവിതം വിജയത്തെ വൈകുണ്ഠരൂപം വിഭോ. ഇനി 10ാമത്തെ ശ്ലോകം. യസ്മിന്നാഭചതുർഭുജ ഹരിമണി ശ്യാമാവതാരദ്വിഷോ നാനാഭൂഷണ രത്നദീപിത ദിശോ രാജദ്വിമാനാലയ ഭക്തിപ്രാപ്ത തഥാ വിദന്നോദപദ ദിവ്യല്ലി ദിവ്യാജന തത്തേ നാമ നിരസ്ത സർവസമയം വൈകുണ്ഠരൂപം ജയേത്. യസ്മിന്നാമ ചതുർഭുജ ഹരിമണി ശ്യാമാവതാരദ്വിഷോ നാനാഭൂഷണ രത്നദീപിത ദിശോ രാജദ്വിമാനാലയ ഭക്തിപ്രാപ്തി തഥാ വിദോന്നതപദ ദിവ്യല്ലി ദിവ്യാജന തത്തേ നാമ നിരസ്ത സർവസഫലം വൈകുണ്ഠരൂപം ജവേത്. എന്റെ തിരിച്ചു പറയുമ്പോൾ യസ്മിൻ നാമ ചതുർഭുജ ഹരിമണി ശ്യാമ ചതുർഭുജ ഹരിമണി ശ്യാമ അവതാര തിഷോ. യസ്മിൻ നാമ ചതുർഭുജ ഹരിമണി ശ്യാമാവതാര തിഷോ നാനാഭൂഷണ രത്ന ദീപിത ദിശോ നാനാഭൂഷണ രത്ന ദീപിത ദിശോ രാജത് വിമാനാലയ നാനാഭൂഷണ രത്ന ദീപിത ദിശോ രാജത് വിമാനാലയ ഭക്തി പ്രാപ്ത തഥാവിധ ഉന്നത തഥാഹ ദിവ്യന്തി ദിവ്യാഹ ജനാഹ ഭക്തി പ്രാപ്ത തഥാഹ വിധി ഉന്നത തഥാവിധ ഉന്നത ഭക്തി പ്രാപ്ത തഥാവിധ ഉന്നത പദാഹ ഭക്ത പ്രാപ്തി തഥാവിധ ഉന്നത പദാഹ ഭക്തി പ്രാപ്തി തഥാവിധ ഉന്നത പദാഹ ദിവ്യന്തി ദിവ്യോ ജനാഹ തത്തേ നാമ നിരസ്ത സർവസഫലം വൈകുണ്ഠരൂപം ജവേത്. യസ്മിന്നാമ ചതുർഭുജ ഹരിമണി ശ്യാമാവതാർപിഷോ നാനാഭൂഷണ ലേപിത ദിശോ രാജദ്വിമാനാലയ ഭക്തപ്രാപ്തി തതോ വിദുന്നത പദ ദിവ്യന്തി ദിവ്യാജന തത്തേ നാമ നിരസ്ത സർവസഫലം വൈകുണ്ഠരൂപം ജവേത്. ഇതിന്റെ അർത്ഥം എന്താണെന്ന് പറഞ്ഞാല്, യാതൊരിടത്ത് 4 കൈകളോട് കൂടിയവരായി ഇന്ദ്രനീല കല്ലുപോലെ ശ്യാമളവും സ്വച്ഛവുമായ സ്വവയോട് കൂടിയവരായി പലവിധത്തിലുള്ള ആഭരണങ്ങളാൽ പ്രകാശിക്കപ്പെട്ട ദിഗ്ഭാഗങ്ങളോട് കൂടിയവരായി കാന്തി തേടുന്ന വിമാനങ്ങളിൽ ഇരിപ്പുറപ്പിച്ചവരായി ഭക്തി നിമിത്തം ആ വിധത്തിലുള്ള ഉത്തമ സ്ഥാനത്തെ പ്രാപിച്ചവരും ദിവ്യന്മാരുമായിരിക്കുന്ന ജനങ്ങൾ പ്രശോഭിക്കുന്നുവോ? സർവകസ്മങ്ങളെ നശിപ്പിക്കപ്പെട്ട വൈകുണ്ഠമെന്ന അങ്ങയുടെ ആസ്ഥാനം വിജയിക്കട്ടെ. വൈകുണ്ഠത്തെ വർണ്ണിക്കുകയാണ് ഈ ശ്ലോകത്തിൽ. യാതൊരിടത്ത് 4 കൈകളോട് കൂടിയവരായി ഇന്ദ്രനീല കല്ലുപോലെ ശ്യാമളവും സ്വച്ഛമായ ശോഭയോട് കൂടിയവരായി പല വിധത്തിലുള്ള ആഭരണങ്ങളാൽ പ്രകാശിപ്പിക്കപ്പെട്ട ദിഗ്ഭാഗങ്ങളോട് കൂടിയവരായി കാന്തി തേടുന്ന വിമാനങ്ങളിൽ ഇരിപ്പ് ഉറപ്പിച്ചവരായി ഭക്തി നിമിത്തം ആ വിധത്തിലുള്ള ഉത്തമ സ്ഥാനത്തെ പ്രാപിച്ചവരും ദിവ്യന്മാരുമായിരിക്കുന്ന ജനങ്ങൾ പ്രശോഭിക്കുന്നുവോ? സർവ കഷ്ടങ്ങളും സർവകന്മഷങ്ങളും നശിപ്പിക്കപ്പെട്ട വൈകുണ്ഠമെന്ന അങ്ങയുടെ ആ സ്ഥാനം വിജയിക്കട്ടെ ഭഗവാനെ. യാസ്മിന്നാമ ചതുർഭുജ ഹരിമണി ശ്യാമാവതദ്വിഷോ നാനാഭൂഷണ രത്ന ദീപിത ദിശോ രാജദ്വിമാനാലയ ഭക്തിപ്രാപ്ത തഥാ വിദോന്നത പദ ദിവ്യന്തി ദിവ്യാജനാഹ തത്തേ നാമ നിരസ്ത സർവസഫലം വൈകുണ്ഠരൂപം ജയേത്. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. അസ്മിൻ പരാത്മന്നനുപാത്മകൽപേ ത്വമിത്തമുത്ഥാപിത പദ്മയോനിഃ അനന്തഭൂമാമരോഗരാശിം നിരുന്തി വാതാലയ വസ്ത വിഷ്ണു. ഓം നമോ ഭഗവതേ വാസുദേവായ. ഇതോടുകൂടി 7ാം ദശകത്തിലെ ആദ്യത്തെ 5 ശ്ലോകങ്ങളുടെ അവതരണം സമാപിച്ചിരിക്കുകയാണ്. ഇന്നത്തെ 7ാം ദശകം ബ്രഹ്മാവിന്റെ തപസ്സും വൈകുണ്ഠ ദർശനവുമാണ്. അതിൽ ആദ്യത്തെ 5 ശ്ലോകങ്ങളാണ് അവതരിപ്പിച്ചത്. ഇതുവരെയുള്ള ക്ലാസ്സുകളിലെ സംശയങ്ങൾ അവതരിപ്പിക്കാവുന്നതാണ്. ചാറ്റ് ബോക്സിലും
ഒപ്പം തന്നെ വാട്സാപ്പിലേക്കും സംശയങ്ങൾ അയച്ചു തരാവുന്നതാണ്. സംശയങ്ങളൊക്കെ തന്നെയും ബഹുമാനപ്പെട്ട അയ്യർ സാർ ഇതിനുള്ള മറുപടി നൽകുന്നതായിരിക്കും വരും ക്ലാസ്സുകളിൽ. ഇതോടുകൂടി ഇന്നത്തെ 7ാം ദശകത്തിലെ ആദ്യത്തെ 5 ശ്ലോകങ്ങളുടെ അവതരണം സമാപിക്കുന്നു. ഇന്നത്തെ ഈ ക്ലാസ് നയിച്ച അവതരണം നടത്തിയ ഏറെ ബഹുമാനപ്പെട്ട അയ്യർ സാറിന് നന്ദി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ഓം നമോ ഭഗവതേ വാസുദേവായ, നമോ നാരായണായ നമഃ.